എല്ലാ കൂട്ടുകാർക്കും അച്ചൂസ് ഫ്ലേവറിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കള്ള് ചേർക്കാത്ത ഒരു കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മട്ടാരിയുടെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളരിയുടെ ചോറായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് അതേ സെയിം കപ്പിൽ തന്നെ നമ്മൾ അരി അളന്നെടുത്ത അതേ കപ്പ് തന്നെയാണ്. അപ്പോൾ അതിന് തന്നെ 1 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3 അല്ലെങ്കിൽ 4 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക, ചെറിയ ജീരകം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിത് തേങ്ങാവെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊങ്ങാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകിൽ ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 5 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. നമുക്ക് മൂടി വയ്ക്കാവുന്നതാണ്. ഇപ്പം ഞാൻ മാവ് കലക്കി വെച്ചിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാനിതിപ്പോൾ ഓവർനൈറ്റ് ഒന്നും വെച്ചിട്ടില്ല, വൈകുന്നേരത്തേക്കാണ് ആക്കുന്നത്. അതുകൊണ്ട് 4 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മാവെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച്. ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്തത് കൊണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ബബിൾസ് എല്ലാം ഒന്ന് വന്നതിന് ശേഷം ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഇതുപോലെ ഇനി നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാവുന്നതാണ്.
അങ്ങനെ ഞാൻ കള്ളപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്, എല്ലാം കുറച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കള്ള് ചേർക്കാത്ത നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഈസ്റ്ററിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.